യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുവാനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. കർത്താവ് ഈശോ മിശിഹ നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുന്ന ഈ നിമിഷം നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾ ഓരോരുത്തരിലും ഉള്ള തിന്മയുടെ ശക്തികളെ യേശുക്രിസ്തു ബന്ധിച്ചു മാറ്റി നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 37-ാം അധ്യായം 5-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിക്കും, നിങ്ങൾ ജീവിക്കും. ദൈവമായ കർത്താവ് വെറും അസ്ഥികളായിരിക്കുന്ന, ജീവനില്ലാതെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നോക്കി പറയുകയാണ്, നിന്നിൽ എൻ്റെ ജീവനെ ഞാൻ പ്രവേശിപ്പിക്കും. നീ നിരാശനാകേണ്ട, നീ ഒന്നിനെയും ഓർത്ത് ആകുലപ്പെടേണ്ട. ലോകത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്ന ദൈവമായ കർത്താവാണ് ഞാൻ. എൻ്റെ ജീവൻ നിന്നിൽ ഞാൻ പ്രവേശിപ്പിക്കും. നീ ഇന്നു മുതൽ എൻ്റേതായി ജീവിക്കും. നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു, എന്നാൽ കർത്താവ് പറയുകയാണ്, എൻ്റെ ജീവൻ നിന്നിൽ പ്രവേശിക്കുന്ന നിമിഷം നീ എനിക്ക് വേണ്ടി ജീവിക്കും, എൻ്റേതായി ജീവിക്കും. ഞാൻ നിന്നിൽ ഉള്ളതുകൊണ്ട് എൻ്റെ പദ്ധതികൾ നിന്നിൽ ഞാൻ നടത്തും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാലും അനുഗ്രഹത്താലും നിങ്ങൾ ഓരോരുത്തരിലും ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഈശോ നിങ്ങളിൽ ഇന്ന് പ്രവേശിക്കട്ടെ, നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, നിങ്ങളെ ഈശോയുടേതാക്കി മാറ്റട്ടെ. ഇന്നു മുതൽ ഈശോയോടൊപ്പം ജീവിക്കുന്നവരായി നമുക്ക് മാറാം. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. നിങ്ങളുടെ ജീവിതം സമാധാനം നിറഞ്ഞതായി മാറട്ടെ, അനുഗ്രഹം നിറഞ്ഞതായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.